ഹലോ എവരി വൺ വെൽക്കം ടു ദ പാർട്ട് 2 ഓഫ് സെറ്റ് 4. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി പാർട്ട് 1 ചെയ്ത് കഴിഞ്ഞു. 20th ക്വസ്റ്റ്യൻ വരെ. ഇനി 21st ക്വസ്റ്റ്യൻ മുതലാണ് പാർട്ട് 2. നേരെ ക്വസ്റ്റ്യൻ കിടക്കാം. ക്വസ്റ്റ്യൻ വായിച്ചോക്കാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അൽജിബ്രാക്കയിൽ ഈ രണ്ട് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 30x plus 44y is equal to 10 and 40x plus 55y is equal to 13. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 30യും 40യും കോമൺ ആയിട്ടുള്ള LCM എടുക്കുക, എന്നിട്ട് അത് രണ്ടിനെ അതിൻ്റെ ടേംസിലാക്കുക. അപ്പോൾ ഞാൻ 30 എടുക്കുകയാണ്. 30യും 40യും 120 ആണ് LCM അല്ലേ? 30യുടെ 40 LCM 120 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നാലേ 30 120 ആവുള്ളൂ. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 120x പ്ലസ് 44 into 4 എന്ന് പറഞ്ഞാൽ 176 അല്ലേ? 44 into 4 is 176, y is equal to 40 എന്ന് കിട്ടും. അതുപോലെ തന്നെ 120x is equal to 55 into 3 എന്ന് പറയുന്നത് 165 അല്ലേ? അതെ, 165. y is equal to 3 into 30 എന്ന് പറയുന്നത് 39. ഇനി എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 120 പോകും. 176 y മൈനസ് 165 y എന്ന് പറയുന്നത് എത്ര കിട്ടും? 11y എന്ന് കിട്ടും. 11y is equal to 40 മൈനസ് 39 എന്ന് പറയുന്നത് 1. സോ അങ്ങനെ വരുമ്പോൾ y എന്ന് പറയുന്നത് നമുക്ക് 1/11 എന്ന് കിട്ടും. ഓക്കെ, മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ? 44 into 4 176 അല്ലേ? 461 176. അതെ, 55 into 3 എന്ന് പറയുന്നത് 165 തന്നെ ആവണം. 5 1 15 165. ഓക്കെ, അപ്പോൾ 11y എന്ന് കിട്ടും. 11y is equal to 40 മൈനസ് 39 is 1. ഓക്കെ, y is equal to 1/11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാൻ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 30x പ്ലസ് 44 ഇൻറ്റു വൈന്ന് നമുക്ക് 1/11 കിട്ടിയ 1/11 ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത് 10 എന്നാ 10. അപ്പോൾ 30x പ്ലസ് 11 into 4 ആണ് 44. അപ്പോൾ അവിടെ കട്ടായി പോകും. ഈക്വൽ ടു 10 എന്ന് കിട്ടും. 30x ഈക്വൽ ടു 10 മൈനസ് 4 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 1/5 കിട്ടി ആൻഡ് y ഈക്വൽ ടു 1/11 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ഇക്വേഷൻ അൽജിബ്രാക്കലി സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം, 22nd ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. A 1.5 meter a 1.5 meter tall boy is walking away from the base of a lamppost which is 12 meter high at a speed of 2.5 meter per second. Find the length of his shadow after 2 seconds. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ട്. ഇതാണ് ലാമ്പ് പോസ്റ്റ്. നമ്മുടെ നാട്ടിലെ പോസ്റ്റുകളില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 12 മീറ്റർ ഹൈ, അതിന്റെ ഹൈറ്റ് 12 മീറ്റർ ആണ്. അതായത് എന്നിട്ട് ഈ ചെങ്ങായിന്റെ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. 3 സെക്കൻഡ് ശേഷം എത്രയെന്നാ ചോദിച്ചത്. അപ്പൊ 2.5 മീറ്റർ പെർ സെക്കൻഡിൽ പോകുമ്പോൾ 3 സെക്കൻഡിന് ശേഷം എവിടം വരെ എത്തും? അപ്പൊ ഈ ഡിസ്റ്റൻസ് 3 സെക്കൻഡിന് ശേഷം എത്രയാവും? 2.5 ഇൻറ്റു, അതായത് സ്പീഡ് ഇൻറ്റു ടൈമാണ് നമുക്ക് ഡിസ്റ്റൻസ്. അപ്പൊ 2.5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 7.5 മീറ്റർ കിട്ടും. അപ്പൊ 7.5 മീറ്ററിലാണ് ചങ്ങായി ചെന്ന് നിൽക്കുന്നത്. അപ്പൊ ചങ്ങായിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബോയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഷാഡോയുടെ ലെങ്ത് എത്രയെന്നാ ചോദിച്ചത്. അപ്പൊ ഷാഡോയുടെ ലെങ്ത് ആണ് സിമ്പിൾ അല്ലേ, ഇവിടെ അല്ലേ ലാമ്പ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? ഈ ഷാഡോയുടെ ലെങ്ത് എക്സ് ആന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഓക്കെ, 3 സെക്കൻഡ്. ഓക്കെ ഓക്കെ, ഇതിന് നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ, ഞാൻ വിചാരിച്ചു ട്രിഗ്നോമെട്രി വെച്ചാൽ ചെയ്യേണ്ടതെന്ന്, പക്ഷെ നമ്മുടെ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ട്രയാങ്കിൾ എടുക്കുക. അപ്പം ഞാൻ ഇതിന് നെയിം ചെയ്യാണ് ABCDE. നോക്കുക, അപ്പോൾ ഈ ട്രയാങ്കിൾ AEDയും ട്രയാങ്കിൾ ABCയും സിമിലറാണ്. കാരണം നോക്കി, ഈ ആംഗിൾ A കോമൺ ആണ്, പിന്നെ ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ സിമിലാരിറ്റി വെച്ചിട്ട് ട്രയാങ്കിൾ AEDയും ട്രയാങ്കിൾ ABCയും സിമിലർ ആണ്. ട്രയാങ്കിൾ AD സിമിലർ ടു ട്രയാങ്കിൾ ABC ആണ്. ഏത് ക്രൈറ്റീരിയ വെച്ചിട്ട്? ക്രൈറ്റീരിയ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സ് ഏതൊക്കെ? ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് AD ബൈ AC ഈക്വൽസ് BC എന്ന് പറയുന്നത് BC അടിയിൽ വരും, BC മേലെ ED എന്ന് വരും, ED. ഓക്കെ, ഇനി ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AD എന്ന് പറയുന്നത് എക്സ് ആണ് നമ്മൾ എടുത്തു, അതാണ് ലെങ്ത് ഓഫ് ഷാഡോ. AC എന്ന് പറയുന്നത് എന്താ? AC എന്ന് പറയുന്നത് 7.5 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ED എന്ന് പറയുന്നത് ബോയുടെ ഹൈറ്റ് ആണ് 1.5 മീറ്റർ ആൻഡ് BC എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ഹൈറ്റ്, ഇത് ലാമ്പിന്റെ ഹൈറ്റ് 12 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 1.5 into 8 ആണ് 12. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8x ഈസ് ഈക്വൽ ടു 7.5 പ്ലസ് എക്സ്. ഓക്കെ, അപ്പോൾ ഫർദർ സോൾവ് ചെയ്യുമ്പോൾ 7x ഈസ് ഈക്വൽ ടു
7.5. സോ എക്സ് ഈസ് ഇക്വൽ ടു 7.5/7 എന്ന് വരും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എത്രയാണോ കിട്ടുക ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. 75/70 175.000. സോ 70 ഇൻറ്റു വരണമെങ്കിൽ എത്ര കൊടുക്കണം? 7 തന്നെ കൊടുക്കണം. 490 സംതിങ്. അപ്പോൾ 1.07 സംതിങ് ആണ് മീറ്റർ ആണ് നമ്മുടെ ബോയുടെ ഷാഡോയുടെ ഹൈറ്റ്. തെറ്റിയിട്ടൊന്നുമില്ലല്ലോ എവിടെ? കറസ്പോണ്ടിങ് സൈഡ്സ് തന്നെയല്ലേ എടുത്തത്? അതെ 1.5 ഇൻറ്റു 8 ആണ്. 7.5 ഇൻറ്റു പ്ലസ് എക്സ് ഇൻറ്റു 1 8x. യെസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ 1.07 മീറ്റർ അല്ലെങ്കിൽ 7.5/7 മീറ്റർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ 22nd ക്വസ്റ്റ്യൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇൻ പാരലോഗ്രാം ABCD, ഒരു പാരലോഗ്രാം ABCD വന്നിട്ടുണ്ട്. ഞാൻ വരയ്ക്കട്ടെ. ABCD പാരലോഗ്രാം. ഇൻ പാരലോഗ്രാം ABCD. ഓക്കെ, ABCD. സൈഡ് AD ഈസ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ AD കിട്ടും. ഞാൻ AD ഒന്ന് റെഡിയാക്കി വരയ്ക്കട്ടെ. ADനെ പ്രൊഡ്യൂസ് ചെയ്തു പുറത്തേക്ക്. സെയിം ഇതിൽ ഇയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ഈസ് പ്രൊഡ്യൂസ്ഡ് E ആൻഡ് BE ഇന്റർസെക്ട് CD at F. BE ഇന്റർസെക്ട് CD at F. ഓക്കെ, ഇതെപ്പോഴും ഞാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് എന്താ? CD at F, ഈ പോയിന്റ് Fൽ ഇന്റർസെക്ട് ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ABE ഈ സിമിലർ ടു ട്രയാങ്കിൾ AB എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ സിമിലർ ടു CFB എന്നാ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ പറയാം? ഓക്കെ, ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവും അല്ലേ? ആംഗിൾ എയും ആംഗിൾ സിയും. ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഈക്വൽ ആവും. യെസ്, അതാണ് പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി. ഓപ്പോസിറ്റ് സൈഡ്സും ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവും. ആൻഡ് പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുക? രണ്ടത് ഈക്വൽ ആയി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പിന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ, പിന്നെ നമുക്ക് പറയാം അതൊക്കെയാ. യെസ്, പിന്നെ നമുക്ക് പറയാം. സോ ലൈക്ക് ഈ ADയും BCയും പാരലാണ്. അപ്പോൾ എയും BCയും പാരലല്ല. കാരണം ഈ ADനെ പ്രൊഡ്യൂസ് ചെയ്തതാണ് AE. അങ്ങനെയാണെങ്കിൽ BCയും AEയും പാരലാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് നോക്കിയാൽ ആംഗിൾ AEB ഇല്ലേ? ഈ ആംഗിൾ AEBയും ആംഗിൾ EBCയും എന്താണ്? അൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസാണ്. അൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഒരു പാരലൽ ലൈൻ്റെ കേസിൽ ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? ആംഗിൾ A = ആംഗിൾ C ആണ്. ആംഗിൾ E = ആംഗിൾ, അങ്ങനെ എഴുതണ്ട. ഓക്കെ, നമുക്ക് മര്യാദക്ക് തന്നെ എഴുതാം. ആംഗിൾ EAB ഈക്വൽസ് ആംഗിൾ FCB ആൻഡ് ആംഗിൾ EAB പറഞ്ഞു. ഇനി ആംഗിൾ AEB ഈക്വൽസ് ആംഗിൾ AEB എടുത്തു. ഇനി ആംഗിൾ FBC. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് A ക്രൈറ്റീരിയ വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ ട്രയാങ്കിൾ AEB സിമിലർ ടു ട്രയാങ്കിൾ CBF എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തില്ലേ? AB ട്രയാങ്കിൾ സിമിലർ ടു CBF. നോക്കിയേ, ആര് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കാം. അപ്പോൾ AE ഉണ്ട്, എയും ഇയും ആണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ CB. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് പ്രൂവ് ചെയ്യേണ്ടത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 23rd ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് C which lies on a line AB produced such that AC is equal to 2BC, where coordinates of point A and B are -1,7 and 4,0. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇനീഷ്യൽ ലൈൻ വരയ്ക്കാം. AB എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ആൻഡ് വിച്ച് ലൈസ് AB produced such that AC is equal to 2BC. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടുന്ന് നേരത്തെ പോലെ തന്നെ ഒരു ലൈൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു ഇവിടെ C. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ AC എന്ന് പറയുന്നത് 2BC. ഈ BCയുടെ ഡബിൾ ആണ് AC എന്ന് പറയുന്നത്. 2BC is equal to AC എന്നാ പറയുന്നത്. അപ്പം BCയുടെ ഡബിൾ ആണ് AC എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും എന്താണ്? ഈക്വൽ. അപ്പോൾ A എന്ന് പറയുന്നത് -1,7 4,-3. അപ്പോൾ 4,-3 എന്നുള്ള പോയിന്റ് AC എന്ന് പറഞ്ഞ ലൈനിനെ 1:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ ഫോർമുല വെച്ചിട്ട് അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഫോർമുല വെച്ചിട്ട് നേരെ നമുക്ക് സിയുടെ x,y ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് കാണാം x1 + x2/2 y1 + y2/2 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ -1 + x/2
അപ്പോൾ ഇത് എന്ത് ചെയ്യും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഈസിക്കൽ ടു -1 + x, x ഈസിക്കൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 9 എന്ന് കിട്ടി. ഇനി y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. -3 ആണ് ഇവിടെ y കോർഡിനേറ്റ് മിഡ് പോയിന്റിന്റെ. അപ്പോൾ 7 + y/2, 7 + y/2 സോൾവ്, ഇത് y ആണ്, y/2 സോൾവ് ചെയ്യുമ്പോൾ -6 ഈസിക്കൽ ടു 7 + y. ദിസ് ഇംപ്ലൈസ് y ഈസിക്കൽ ടു -6 - 7 is -13. ഓക്കെ, അപ്പോൾ നമ്മുടെ y കോർഡിനേറ്റ് -13 എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ്സ് അവർ കോർഡിനേറ്റ് സി. സിയുടെ കോർഡിനേറ്റ്സ് 9, -13. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ 24th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് sin a + cos a whole square plus cos a + sec a whole square is equal to x plus tan square a plus cot square a. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ ടാൻ സ്ക്വയർ കോട്ട് സ്ക്വയറേയും കൊസീക്കയും സീക്കയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കൊസീക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ ആണെന്നും സീക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ ആണെന്നും നമുക്ക് അറിയാം. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. sin a + cosec സ്ക്വയർ എനെ a² + b² + 2ab എന്നുള്ള ഫോർമുല വെച്ചിട്ട് sin സ്ക്വയർ + cosec സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുന്നത് 2 sin a cosec എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ cos സ്ക്വയർ പ്ലസ് sec സ്ക്വയർ പ്ലസ് 2 cos a sec എന്ന് വരും. ഓക്കെ, നമുക്കറിയാം sin സ്ക്വയർ പ്ലസ് cos സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. സൈനയുടെ റെസിപ്രോക്കലാണ് കൊസീക്ക. അപ്പോൾ ഒരു നമ്പറിന്റെ റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ആണ് വരിക. സോ ഇത് 2 ആയിട്ട് വരും, ഇതും 2 ആയിട്ട് വരും. കോസയുടെ റെസിപ്രോക്കൽ ആണല്ലോ സീക്ക്. മനസ്സിലായില്ലേ? കൊസീക്ക എന്ന് പറഞ്ഞാൽ 1/sin എന്നല്ലേ, 1/sin. അപ്പൊ ഇതും കട്ടായിട്ട് 1 എന്ന് വരില്ലേ? ഓക്കെ, അപ്പോൾ ഇതും 2 വരും, ഇതും 2 വരും. 2 + 2 4 എന്ന് വരും. പ്ലസ് പിന്നെ ബാക്കിയുള്ളത് കൊസീക് സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ എന്നാണ്. അല്ല, കൊസീക് സ്ക്വയർ പ്ലസ് സീക് സ്ക്വയർ. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് എത്തി. ഇന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് കൊസീക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ ആണ്, സീക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ ആണ്. അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 + 5 4 അല്ല, 1 + 4 5 അല്ലേ? അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 പ്ലസ് കൊസീക് സ്ക്വയർ പ്ലസ് 1 പ്ലസ് സീക് സ്ക്വയർ പ്ലസ് 1 എന്ന് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കിയതാണ്. അപ്പൊ നമുക്കറിയാം കൊസീക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ ആണ്, സീക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ ആണ്. ഇപ്പൊ 3 പ്ലസ് കോട്ട് സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ എന്ന് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ അവസാനം തന്ന ഇക്വേഷൻ എന്താ, എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ. അതിൽ എക്സിന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ, 3. ഒബിയസ്ലി അത്രേ ഉള്ളൂ. ഓക്കെ, 24th ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ലെറ്റ്സ് മൂവ് ടു ദ ഓർ ക്വസ്റ്റ്യൻ. എവാലുവേറ്റ് ദ ഫോളോയിങ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ ടെക്നോമെട്രിക് വാല്യൂസ് അറിഞ്ഞാൽ മതി. അപ്പോൾ 3 sin 30 മൈനസ് 4 sin cube 30, 4 sin cube 30 ബൈ, കണ്ടോ ഇവിടെ ഈ sin 50 കാണുമ്പോൾ ആരും പേടിക്കരുത്. 2 sin square 50 പ്ലസ് 2 cos square 50 എന്നില്ലേ? ഇതിൽ cos 50യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഈ 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ sin square theta പ്ലസ് cos square theta എന്ന് പറഞ്ഞ ഫോമിലെത്തും. അപ്പോൾ sin square theta പ്ലസ് cos square theta എന്നുള്ളതിന്റെ ഐഡന്റിറ്റി 1 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ജസ്റ്റ് sin 30യുടെ വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. sin 30 1/2 ആണെന്ന് അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -4 × 1/2 ഹോൾ ക്യൂബ് sin cube 30 എന്ന് പറയുമ്പോൾ, പിന്നെ ഇതിന്ന് 2 കോമൺ എടുക്കുക. 2 sin square 50 പ്ലസ് cos square 50. ഓക്കെ, പിന്നെ 3 × 1/2 എന്ന് പറയുന്നത് 3/2. 3/2 മൈനസ് 4 × 1/2 ഹോൾ ക്യൂബ് പറഞ്ഞാൽ 4/8. 2 × sin square theta പ്ലസ് cos square theta 1 2 × 1. സോ 3/2 മൈനസ് 4/8 കട്ട് ചെയ്യുക, 1/2. സോ 3/2 മൈനസ് 1/2 3 മൈനസ് 1/2. സോ 2/2 2/2/2 2/2/2 2/2 എന്ന് പറയുന്നത് 1/2 ആണ് നമ്മുടെ ആൻസർ. അപ്പോ ബി ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Now let's move on to the next question. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 2 friends Anil and Ashraf, okay, where Ashraf my daddy name. 2 friends Anil and Ashraf were born in December month in the year 2010. Find the probability that they share same date of birth. They have different dates of birth. Okay. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ട ദേ ഷെയർ സെയിം ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രോബബിലിറ്റി കാണേണ്ടത്. ഓക്കെ, ഇപ്പൊ രണ്ട് ചങ്ങായിമാര് ഒരേ മന്തിൽ ജനിക്കുകയാണ്. അപ്പോൾ അവർക്ക് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആവാനുള്ള പ്രോബബിലിറ്റിയും ഡിഫറെന്റ് ഡേറ്റ്സ് ഓഫ് ബർത്ത് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ വിളിച്ചില്ല.
അപ്പോൾ ഡിസംബർ മന്തിൽ എത്ര ഡേയ്സ് ഉണ്ട്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ 31. ഓക്കെ, ഡിസംബറിൽ 31 ഡേയ്സ് ഉണ്ട്. അപ്പോൾ എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് എങ്ങനെ നോക്കാം? ഓക്കെ, അപ്പോൾ ഈ അനിലിന് 31 ഡേയ്സിൽ ഏതിലെങ്കിലും ഒന്നിൽ ജനിക്കാം. അതുപോലെ ഈ അഷ്റഫിന് 31 ഡേയ്സിൽ ഏതിലെങ്കിലും ഒന്നിൽ ജനിക്കുക. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ എത്ര? അനിൽ ഏതോ 31 ഏതോ ഒന്നിലാണ്, അഷ്റഫ് 31 ഏതോ ഒന്നിലാണ് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ ടോട്ടൽ എത്ര? അപ്പൊ അപ്പം അനില് 31, അഷ്റഫ് 31. അപ്പൊ ടോട്ടൽ പോസിബിലിറ്റീസ് കാണാൻ 31 × 31 ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ 2 ഡൈസ് ഇടുന്ന പ്രോബ്ലം, 2 ഡൈസ് ഇടുമ്പോൾ എത്ര ടോട്ടൽ ഔട്ട്കം? 6. ഫസ്റ്റ് കേസിൽ 6 ഔട്ട്കം, രണ്ടാമത്തെ കേസിൽ 6 ഔട്ട്കം. സോ ടോട്ടൽ 36. മനസ്സിലായില്ലേ? ഇപ്പൊ ഡൈസ് ഇടുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? 1 1 1 2 1 3 1 4 അങ്ങനെ 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 പോകില്ലേ? അതേമാതിരി അനിൽ അഷ്റഫ് പറയുന്ന രണ്ടാൾ ഒരു ജനിച്ച് നീക്കാം, രണ്ടാൾ ഡിഫറൻറ്റ് നീക്കാം. 1 2 ആകാം, ഒന്നാം തീയതി, രണ്ടാം തീയതി, ഒന്നാം തീയതി, മൂന്നാം തീയതി, ഒന്നാം തീയതി, നാലാം തീയതി, അതേമാതിരി 31 വരെ പോകില്ലേ? അതേമാതിരി രണ്ടാം തീയതി, ഒന്നാം തീയതി, രണ്ടാം തീയതി, രണ്ടാം തീയതി, അങ്ങനെ ഇതേമാതിരി ഇങ്ങനെ 31 വട്ടം 31 സമയം ഇങ്ങനെ പോകും. 31 മുമ്പ് 31 × 31 എത്ര? 31 × 31 1 3 3 9 1 6 961. ടോട്ടൽ 961 പോസിബിലിറ്റീസ് ആണ്. അതിൽ ഫസ്റ്റ് കേസ് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആവാനുള്ളത്. അപ്പൊ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആവുന്ന പോസിബിലിറ്റീസ് ഏതാ? രണ്ടാളും 31 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ രണ്ടാളും ജനിക്കുക. അപ്പൊ ടോട്ടല് 31 ദിവസത്തിലെ ഏതെങ്കിലും ഒന്ന്. അപ്പൊ ടോട്ടല് ഫേവറബിൾ ഔട്ട്കംസ് 31 ഉണ്ട്. 31 ഫേവറബിൾ ഔട്ട്കംസ് ആണ്. അപ്പൊ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആവാനുള്ള നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് അല്ല, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. ഇവിടെ ഇവന്റ് എന്ന് പറയുന്നത് എന്താ? സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആവുള്ള. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 31 എന്ന് കിട്ടി, ടോട്ടൽ 961 എന്ന് കിട്ടി. 31/961 എന്ന് പറയുന്നത് 1/31. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ടാളും ഡിഫറെന്റ് ആവാനുള്ള പ്രോബിലിറ്റി, ഡിഫറെന്റ് ഡേറ്റ്സ് ആവാനുള്ള പ്രോബിലിറ്റി. ബട്ട് സെയിം ഡേറ്റ് ആവാൻ 31 ആണെങ്കിൽ ഡിഫറെന്റ് ആവാൻ 961 - 31 ചെയ്താൽ മതി. 961 - 31 എന്ന് പറയുന്നത് 930 അല്ലേ? 930/961. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ യെസ്, അപ്പോൾ 930/9. ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? 9 + 2 9 + 3 12 15 16 ഇല്ല. വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് പറ്റുമോ? 7 ഏതെങ്കിലും? 7 2 51 ഇല്ല, കാണുന്നില്ല. അപ്പോൾ ഇത് നോക്ക്, ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വന്തം നോക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 26th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ 26th ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രൂവ് ദാറ്റ് √2 is an irrational number. ഓക്കെ, നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം √2 is an irrational number എന്ന് ആദ്യമായിട്ട് എഴുതി വയ്ക്കുക. √2 is an irrational number. അല്ല, റാഷണൽ നമ്പർ എന്ന് എഴുതി വയ്ക്കുക. റാഷണൽ നമ്പർ which can be written in the form p/q, where p and q are എന്ത്? കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ p/q, where കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഇതൊന്നും ഉണ്ടാവില്ല, കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. p and q are കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, കോപ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ √2 = p/q എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്താം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. √2q = p എന്ന് എഴുതാം. ഇനി രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പൊ 2q² = p² എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലായി? 2q² എന്നല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 2q² is an even number. 2q² is an even number കാരണം ഒരു ഫാക്ടർ 2 ഉണ്ട്. അപ്പോൾ അതൊരു 2q² is an even number എന്ന് പറയാം. 2q² is an even number. 2q² ഈവൻ നമ്പർ ആണെങ്കിൽ p² ഒരു ഈവൻ നമ്പർ ആവണം, കാരണം ഈക്വൽ ടു ആണല്ലോ. ദിസ് ഇംപ്ലൈസ് p² ഈസ് ആൻ ഈവൻ നമ്പർ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശം കേട്ടോ, സോ സോറി. p² ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് ഇംപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് പറയാം? p എന്ന് പറയുന്നത് p² ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ p ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് പറയാം. ഓക്കെ, ഒരു ഈവൻ നമ്പറിന്റെ സ്ക്വയർ ഒരു ഈവൻ നമ്പർ ആവുള്ളൂ. p ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് പറയാം. നിങ്ങൾ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. p² ഈവൻ നമ്പർ ആണെങ്കിൽ p ഈവൻ നമ്പറാണ്. അപ്പൊ എനിക്ക് p = some 2 × some x എന്ന് എഴുതാം. അതായത് ഈവൻ നമ്പർ ആണല്ലോ, ഈവൻ നമ്പർ ആകുമ്പോൾ 2 കോമൺ ഉണ്ടാവും. × some x ആണ് p എന്ന് കിട്ടുക എന്ന് ഞാൻ എഴുതി.
അപ്പോൾ എനിക്ക് എഴുതാം 2q² ഈസിക്കൽ ടു, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, പീഡിൻ്റെ അവിടെ എന്ത് റീപ്ലേസ് ചെയ്യും, 2x എന്ന് റീപ്ലേസ് ചെയ്യും, 2x². അങ്ങനെ വരുമ്പോൾ 2q² ഈസിക്കൽ ടു 4x² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ q² ഈസിക്കൽ ടു x², 2x² എന്ന് കിട്ടി. q² ഈസിക്കൽ ടു 2x എന്ന് കിട്ടി. q² ഈസിക്കൽ ടു 2x എന്ന് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, q² ഈസിക്കൽ ടു 2x² എന്നല്ലേ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, q² എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. കാരണം 2-നായിട്ട് എന്തോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് q² കിട്ടുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് p ഈവനാന്ന് കിട്ടി, q ഈവനാന്ന് കിട്ടി. അപ്പോൾ q² ഈവൻ ആണെങ്കിൽ q ഈവനാ, qയും ഈവനാന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, pനും qനും 2 എന്നുള്ള ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ അസംഷൻ ഫോൾസ് ആയില്ലേ, ഇറ്റ് കോൺട്രാഡിക്ട്സ് വിത്ത് അവർ അസംഷൻ. നമ്മൾ എന്താ അസ്യൂം ചെയ്ത്, പി ആൻഡ് ക്യു ആർ കോപ്രൈം നമ്പേഴ്സ് അസ്യൂം ചെയ്ത്, കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്ന് അസ്യൂം ചെയ്ത്. ബട്ട് അവസാനം എത്തിയപ്പോൾ 2 കോമൺ ഫാക്ടർ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ കിട്ടി. അപ്പോൾ നമുക്ക് എന്താ പറയാം, ദിസ് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് ദിസ് കോൺട്രാഡിക്ട്സ് അവർ അസംഷൻ ദാറ്റ് പി ആൻഡ് ക്യു ആർ കോപ്രൈം നമ്പേഴ്സ്, ഹെൻസ് റൂട്ട് 2 ആസ് ആൻ ഇററാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ഒന്നുകൂടി നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ റൂട്ട് 2 ഈസിക്കൽ പി ബൈ ക്യൂ, അവർ പി ആൻഡ് ക്യു ആർ കോപ്രൈം എന്ന് എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അപ്പോൾ 2q² ഈസിക്കൽ p² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, 2q² ഒരു ഈവൻ നമ്പർ ആ, കാരണം 2 ഉണ്ട് ഇവിടെ. അപ്പോൾ p² ഒരു ഈവൻ നമ്പർ ആവും. അപ്പോൾ p² ഈവൻ ആണെങ്കിൽ പിയും ഈവൻ ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, p ഈസിക്കൽ ടു 2x എന്ന് എഴുതാൻ പറ്റും, p ഈസിക്കൽ ടു 2x എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ p ഈസിക്കൽ ടു 2x എന്ന് എഴുതുമ്പോൾ പിന്നെ ഇതെടുത്ത് അവിടെ മേലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2q² ഈസിക്കൽ ടു 2x ഹോൾ സ്ക്വയർ, q ഈസിക്കൽ ടു 2x². അപ്പോൾ എന്താണ്, p ആൻഡ് q ആൻഡ് ഈവൻ, അപ്പോൾ 2 കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ അസംഷന് നമ്മുടെ റിസൾട്ട് കോൺട്രാഡിക്ട് ചെയ്യുന്നു. അപ്പോൾ റൂട്ട് 2 സെൻട്രൽ ആസ് നമ്പർ നമുക്ക് പറയാൻ പറ്റും. Now let's move on to the or question, B part. Okay, question വായിച്ചു നോക്കാം. Let x and y be two distinct prime numbers and p is equal to x² y cube and q is equal to xy raised to 4 and r is equal to x raised to 5y square. Find the HCF, LCM and HCF and LCM of PQR. Further check if HCF PQR into LCM of PQR is equal to P into Q into R or not. ഓക്കെ, നമുക്ക് ഈസി അടിക്കാം. നമ്മൾ ഇതിൻ്റെ Z4ൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ MCQയിൽ ഇതൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ LCM HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ HCF കണ്ടുപിടിക്കുക കാരണം 3 കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുക്കുക. അപ്പോൾ ഇതിൽ 3 x ഉണ്ട്. അപ്പോൾ ഞാൻ x എടുത്തു, എന്നിട്ട് HCF എടുക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പവർ എടുക്കണം, x² x raised to 5. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് പവർ x എന്നുള്ളത്, x raised to 1 എന്നുള്ളത്. ഇനി y എടുക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പവർ സ്ക്വയർ ആയി 3 4 2 എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് പവർ 2. ഇനി LCM എടുക്കാം. LCM ഈസിക്വൽ ടു എന്തെന്ന് വരും, LCM ഈസിക്വൽ ടു ഇതേപോലെ തന്നെ കോമൺ ഫാക്ടേഴ്സ് എടുക്കുക, x ഇൻറ്റു y ആണ് കോമൺ ഫാക്ടേഴ്സ്. ഇനി ഹയസ്റ്റ് പവർ എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ 5, എക്സിൻ്റെ കേസിൽ 5ഉം വൈൻ്റെ കേസിൽ 4ഉം ആണ് എന്തായിട്ട് വരുന്നത്, നമ്മുടെ ഹയസ്റ്റ് ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി HCFൻ്റെ LCM P ഇൻറ്റു Q ഇൻറ്റു R ആണെന്ന് നോക്കണ്ടേ. നമുക്കറിയാം HCFൻ്റെ LCM പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എങ്ങനെയായാലും വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. HCF ഇൻറ്റു LCM ഈസിക്വൽ ടു x raised to 1 into y square into x raised to 5 into y raised to 4. അപ്പോൾ x raised to 1 into x raised to 5 എന്ന് പറയുന്നത് 1 plus y x raised to 6 into y raised to 6 എന്ന് വരും. ഇനി p into q into r ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അപ്പോൾ p into q into r is equal to, ഇവിടെ ചെയ്യാം, p into q into r is equal to x² into y cube into x y raised to 4 into x raised to 5 into y square. അപ്പോൾ എന്ത് ചെയ്യും, 2 plus 1 plus 5 x raised to 6 into 3 plus 4 plus 2 y raised to 6. ഓക്കെ, അപ്പോൾ p into q into r is equal to HCF into LCM എന്ന് കിട്ടി. 2 x raised to 6 into y raised to 6 ആണ്. സോ ഹെൻസ് റൂട്ട്. അപ്പോൾ അത് ശരിയാണ്. Now let's move on to the next question, 27th question അല്ലേ. യെസ്, ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് the monthly income of 2 persons are in the ratio 9:7. 9:7 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഉള്ളത്, 9:7. എന്ത് മന്ത്ലി income, okay, and their expenditures are in the ratio 4:3. expenditure 4:3 റേഷ്യോയിലാണ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, രണ്ടാളും 5,000 വെച്ച് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോ എക്സ്പ്രസ് ദ ഗിവൺ സിറ്റുവേഷൻ അൾജിബ്രായിക്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ടു വേരിയബിൾ ആൻഡ് ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് മന്ത്ലി ഇൻകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഈ 9:7 എന്ന് പറയുന്നത് 9/7 റേഷ്യോ എന്ന് വരുന്നത്. അപ്പൊ ഞാൻ ഇയാളുടെ സാലറി 9x ഇയാളുടെ സാലറി രണ്ടാമത്തെ ആളുടെ സാലറി 7x ആയിട്ട് എടുക്കുന്നത്. അത് മീൻസ് ഇപ്പൊ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആയി പോയിട്ട് 9:7 തന്നെ കിട്ടുമല്ലോ. അപ്പൊ സം മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആണ് രണ്ടാളെ സാലറി. ഇപ്പൊ ഒരാളെ സാലറി 9x, മറ്റേ സാലറി 7x. ഇപ്പൊ ഈ എക്സ്പെൻഡിച്ചർ 4/3 റേഷ്യോ അല്ല. അപ്പൊ 4x y ഫസ്റ്റ് ആളത്, 3x y സെക്കൻഡ് ആളത് എന്നുള്ള എക്സ്പെൻഡിച്ചർ കൊടുക്കുക. ഇപ്പൊ 9xന്റെ കയ്യിൽ നിന്ന് 4y പോയപ്പോൾ മുപ്പരാൾക്ക് 5,000 ബാക്കിയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾക്ക് 3y ആ പോയത്, രണ്ടാൾക്കും 5,000 ബാക്കിയുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഫൈൻഡ് ദ റെസ്പെക്റ്റീവ്ലി മന്ത്ലി ഇൻകം കാണണമെങ്കിൽ എക്സ് കണ്ടുപിടിച്ചിട്ട് 9x 7x ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പം 9x 7x 4, അപ്പൊ നമുക്ക് 4ഉം 3യും ഇവിടുന്ന് കളയാം. വൈ ടേംസിലുള്ള ടേംസ് കളയാം. അപ്പൊ ഇവിടെ ഞാൻ 3, ഇവിടെ ഞാൻ 4. ഇപ്പൊ 27x മൈനസ് 12y ഈസ് ഇക്വൽ ടു 15,000. 28x മൈനസ് 12y ഈക്വൽസ് 20,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെ മൈനസ് ചെയ്യാം. 2 മൈനസ് 1 എന്താ? 28x മൈനസ് 27x ഈസ് എക്സ്, മൈനസ് 12y പ്ലസ് 12y. ഇതിപ്പോൾ മൈനസ് മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആവില്ലേ? അപ്പോൾ 0 ആയി പോകും. പിന്നെ 20,000 മൈനസ് 15,000 5,000 എന്നിട്ട്. അപ്പോൾ എക്സിന്റെ വാല്യൂ 5,000 എന്നിട്ട് അപ്പോൾ രണ്ടാളെ സാലറി എത്തിയ ഫസ്റ്റത്തെ ആളത് 9x5,000 രണ്ടാമത്തെ ആളത് 7x5,000. സോ റെസ്പെക്റ്റീവ് സാലറീസ് ആർ 45,000 ആൻഡ് 35,000. ഓക്കെ, ഐ ഹോപ്പ് എല്ലാവർക്കും ഒന്നും കൂടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ 28th ക്വസ്റ്റ്യൻ. ഓക്കെ, വായിച്ചു നോക്കാം. പി എക്സ് കോമ വൈ ക്യൂ മൈനസ് 2 കോമ മൈനസ് 3 ആൻഡ് ആർ 2 കോമ 3 ആർ ദ വെർട്ടൈസസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആൻഡ് പി ക്യൂ ആർ റൈറ്റ് ആംഗിൾ അറ്റ് പി. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഫൈൻഡ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ അറ്റ് പി ആണ് എക്സ് കോമ വൈ. പി ക്യൂ ആർ, അപ്പോൾ ഒരു പോയിന്റ് ക്യൂ മൈനസ് 2 കോമ മൈനസ് 3 ആൻഡ് ഒരു പോയിന്റ് ആർ 2 കോമ 3. യു ആർ 2 കോമ 3 എന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് 90 ഡിഗ്രി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലോപ്പ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്നു. ഇതും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ 10th നമ്മൾ സ്ലോപ്പ് മെത്തേഡ് പഠിക്കുന്നില്ല. 9th നമ്മൾ സ്ലോപ്പ് ഒക്കെ പഠിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് തന്നെ ചെയ്യണം. നമുക്ക് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും പി ക്യൂ സ്ക്വയർ പ്ലസ് പി ആർ സ്ക്വയർ ഈസ് ഇക്വൽ ടു ക്യു ആർ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ജസ്റ്റ് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നോക്കാം. പി ക്യൂന്റെ ഡിസ്റ്റൻസ് എന്ത് വരും? എക്സ് മൈനസ് മൈനസ് 2 എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് മൈനസ് 3 വൈ പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇതിന്റെ ഒരു റൂട്ട് ഉണ്ടാവും. ഇതിന്റെ റൂട്ട് ഹോൾ സ്ക്വയർ പ്ലസ് പി ആർ എന്ന് പറയുന്നത് എത്ര? പി ആർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 സ്ക്വയർ. ഇതിന്റെ റൂട്ട് ഈ റൂട്ടിന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈസ് ഈക്വൽ ടു ക്യു ആർ സ്ക്വയർ. ക്യു ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? ജസ്റ്റ് ഇവിടുന്ന് ചെയ്ത് നോക്കിയാൽ മതി. റൂട്ട് ഓഫ് 2 മൈനസ് 2 പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 6 സ്ക്വയർ. 3 മൈനസ് മൈനസ് 3 3 പ്ലസ് 3 6. അപ്പോൾ റൂട്ട് ഓഫ് 16 പ്ലസ് 36 റൂട്ട് ഓഫ് 52 എന്ന് വരും. റൂട്ട് ഓഫ് 52 അല്ലേ? റൂട്ട് ഓഫ് 16 പ്ലസ് 36 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 52. റൂട്ട് ഓഫ് 52ന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി റൂട്ട് മൊത്തം പോകും. സ്ക്വയർ ചെയ്തല്ലേ, റൂട്ട് സ്ക്വയർ ചെയ്താൽ മൊത്തം റൂട്ടും പോകും. എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 52. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 9 പ്ലസ് 6y പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 9 മൈനസ് 6y ഈക്വൽ 52. 4x പോകും, 6y പോകും. അപ്പോൾ പിന്നെ ബാക്കി എന്താ ഉള്ളത്? 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് 8 പ്ലസ് 4 പ്ലസ് 4 8
8 പ്ലസ് 9 പ്ലസ് 9 18, 8 പ്ലസ് 18 ഈസ് 26 ഈസ് ഈക്വൽ ടു 52 എന്ന് വരും. അങ്ങനെ നമുക്ക് പറയാം 2x² പ്ലസ് 2y² ഈസ് ഈക്വൽ ടു 52 മൈനസ് 26 ഈസ് 26. x² പ്ലസ് y² ഈസ് ഈക്വൽ ടു 13. 2 കോമൺ എടുത്ത് പുറത്തോട്ട് കിട്ടുമ്പോൾ 26/2 എന്നാവും. x² പ്ലസ് y² ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കൊടുക്കണം? നമുക്ക് ചോദിച്ചുള്ള പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് y ഈസ് ഈക്വൽ ടു 2. y ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്നാന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ വൈൻ്റെ അവിടെ നമുക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2² ഈസ് ഈക്വൽ ടു 13. x² ഈസ് ഈക്വൽ ടു 2² എന്ന് പറയുന്നത് 4 ആണ്. 30 മൈനസ് 4. x² ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9. റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 3. സോ എക്സിന്റെ വാല്യൂസ് പ്ലസ് ഓർ മൈനസ് 3 എന്നാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും എല്ലാവർക്കും മനസ്സിലായി, എല്ലാ പ്രാവശ്യം എല്ലാവർക്കും മനസ്സിലായി വിചാരം മനസ്സിലാവില്ലേ? ഓക്കെ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 29th ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വായിച്ചു നോക്കാം. പ്രൂവ് ദാറ്റ് കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ഇസിക്കൽ കൊസീക്ക് എ മൈനസ് കോട്ട എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്ത് എഴുതാം. കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1. ഓക്കെ, ഇത് നമുക്ക് കൊസീക്ക് മൈനസ് കോട്ടയെന്നാക്കണം. കൊസീക്കും കോട്ടും ഇതിൽ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വരുമ്പോൾ കോസ് ബൈ സൈൻ എന്താവും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ത്രൂ ഔട്ട് സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കോസ് ബൈ സൈന് കോട്ടാവും, സൈൻ ബൈ സൈന് 1 ആവും, 1 ബൈ സൈന് കൊസീക്ക് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് സൈനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 ബൈ സൈൻ എ ബൈ കോസ് എ മൈനസ് സൈൻ എ പ്ലസ് 1 ബൈ സൈൻ എ. അപ്പം എന്ത് ചെയ്യും? കോസ് എ ബൈ സൈൻ എ പ്ലസ് സൈൻ എ ബൈ സൈൻ എ, സൈൻ എ ബൈ സൈൻ എ മൈനസ് 1 ബൈ സൈൻ എ. ഓക്കെ, കോസ് എ ബൈ സൈൻ എ, കോസ് എ ബൈ സൈൻ എ മൈനസ് സൈൻ എ ബൈ സൈൻ എ, സൈൻ എ ബൈ സൈൻ എ പ്ലസ് 1 ബൈ സൈൻ എ, 1 ബൈ സൈൻ എ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? കോസ് എ ബൈ സൈൻ എ എന്ന് പറയുന്നത് കോട്ടെ, കോട്ടെ പ്ലസ് 1 മൈനസ് കൊസീക്കെ ബൈ കോട്ടെ മൈനസ് 1 പ്ലസ് കൊസീക്കെ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. മൈനസ് കൊസീക്കെ പ്ലസ് കോട്ടെ പ്ലസ് 1 ബൈ കോട്ടെ പ്ലസ് കൊസീക്കെ മൈനസ് 1 എന്ന് വരും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇനി 1-നല്ലേ മേലത്തെ 1-നെ എക്സ്പാൻഡ് ചെയ്യണം. 1-നെ ഈ കൊസീക്കിൻ്റെയും കോട്ടിൻ്റെയും ടേംസിലാക്കാം. അപ്പോൾ നമുക്കറിയാം കൊസീക്ക് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ ആയി. അപ്പോൾ 1 എന്ന് പറയുന്നത് കൊസീക്ക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പുറത്തെടുത്താൽ മൈനസ് കൊസീക്കെ മൈനസ് കോട്ടെ പ്ലസ് 1-നെ കൊസീക്ക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. കൊസീക്ക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അടിയത്തത് അതുപോലെ തന്നെ നിന്നോട്ടെ. കോട്ട് എ പ്ലസ് കൊസീക്ക് എ മൈനസ് 1. ഓക്കെ, ഇനി എന്ത് ചെയ്താം? മൈനസ് ഓഫ് കൊസീക്ക് മൈനസ് കോട്ടെ എന്നുള്ളത് ഈ കൊസീക്ക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബി എന്നുള്ള ഫോർമുല വെച്ചിട്ട് കൊസീക്ക് എ മൈനസ് കോട്ട് എ ഇൻറ്റു കൊസീക്ക് എ പ്ലസ് കോട്ടെ എന്ന് എഴുതാം. കൊസീക്ക് എ പ്ലസ് കോട്ടെ മനസ്സിലായില്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബിൻ്റെ എ പ്ലസ് ബി വെച്ചിട്ട്. ഓക്കെ, കോട്ടെ പ്ലസ് കൊസീക്ക് എ മൈനസ് 1. ഓക്കെ, ഇനി ഇത് സ്ക്രീൻഷോട്ട് അല്ല, ഇത് സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കണം, നിങ്ങൾ കേട്ടാ. കൊസീക്ക് കാരണം അടിക്ക് സ്ഥലമല്ല, അപ്പോൾ പുതിയ പേജിൽ എഴുതണം. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മേലത്തല്ലേ ന്യൂമറേറ്ററിൽ കൊസീക്കെ മൈനസ് കോട്ടെ എന്നുള്ളത് കോമൺ അല്ലേ? അപ്പോൾ അത് പുറത്തെടുക്കുക. കൊസീക്കെ മൈനസ് കോട്ടെ ഇൻറ്റു മൈനസ് 1 പ്ലസ് കൊസീക്കെ പ്ലസ് കോട്ടെ, കൊസീക്ക് എ പ്ലസ് കോട്ടെ. നമുക്ക് നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? പ്രൂവ് ചെയ്യേണ്ടത് കിട്ടിയില്ലേ? കോട്ട് എ പ്ലസ് കൊസീക്ക് എ മൈനസ് 1. ഇതും സെയിം അല്ല കേട്ടോ. -1 പ്ലസ് കൊസീക്കെ പ്ലസ് കോട്ടെ കണ്ടോ? ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ -1 പ്ലസ് കൊസീക്കെ പ്ലസ് കോട്ടെ എന്ന് കിട്ടും. അപ്പോൾ ഇത് കട്ടായി പോയി കൊസീക്ക് എ മൈനസ് കോട്ട് എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്ന
RHS, റൈറ്റ് ഹാൻഡ് സൈഡ്. സോ നമ്മളത് പ്രൂവ് ചെയ്തു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നേരെ നോക്കിയാൽ അത് കിട്ടുക. ഫോർ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. മീൻസ് മേലത്തത് മാത്രം എടുക്കണം, വടിയത്തെ മാത്രം എടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. യാ അപ്പം ആർ ഡി ശർമ്മയിലൊക്കെ ഇതേമാതിരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് തോന്നുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം, ഈ സാമ്പിൾ പേപ്പറൊക്കെ സോൾവ് ചെയ്യുമ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു വട്ടം എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ആ മോഡൽ പഠിച്ചു വെക്കുക. പിന്നെ മറക്കാത്ത രീതിയിൽ മീൻസ് അതൊരു 3-4 വട്ടം ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ എക്സാമിന് വരുമ്പോൾ നിങ്ങളത് മറക്കൂല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അപ്പോൾ ഇനി ഒരു 3-4 വട്ടം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ പിന്നെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റൂല. ഓക്കെ, ദാറ്റ്സ് ദ സ്ട്രാറ്റജി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെയ്തോളാം. If cot theta plus cos theta is equal to P and cot theta minus cos theta is equal to Q, prove that P square minus Q square is equal to 4 root PQ. Okay. അപ്പോൾ cot theta plus cos theta is equal to P. Cos theta is equal to P. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുക ആദ്യം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോട്ട് തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. കോസ് തീറ്റ കാരണം ഇതിനെ സ്ക്വയർ ചെയ്യണം, നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. ഈസിക്കൽ ടു പി സ്ക്വയർ. അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ എന്താ? സെക്കൻഡ് ഇക്വേഷൻ ഇതിനെ സ്ക്വയർ ചെയ്യാം. കോട്ട് തീറ്റ മൈനസ് കോസ് തീറ്റ എന്നുള്ളതിനെ സ്ക്വയർ ചെയ്യുക. കോട്ട് തീറ്റ മൈനസ് കോസ് തീറ്റ എന്നുള്ളതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ ക്യൂ സ്ക്വയർ. ഓക്കെ, ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഈ ഫോർമുല അറിയില്ലേ? എ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab മൈനസ് 2 കോട്ട് തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. 2 കോട്ട് തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതും പോകും. പിന്നെ 2 കോട്ട് തീറ്റ പ്ലസ് 2 കോട്ട് തീറ്റ കോസ് തീറ്റ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 2 കോട്ട് തീറ്റ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ 4 കോട്ട് തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? 4 റൂട്ട് പി ക്യൂ ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ 4 കോട്ട് തീറ്റ കോസ് തീറ്റ എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കോട്ട് തീറ്റ കോസ് തീറ്റ എന്നുള്ളത് പി ക്യൂ ആണെന്ന് റൂട്ട് പി ക്യൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പി ക്യൂവിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. പി ക്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? കോട്ട് തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ മൈനസ് കോസ് തീറ്റ. കോട്ട് തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോട്ട് തീറ്റ മൈനസ് കോസ് തീറ്റ എന്നാണ്. ഇത് ചെയ്യുമ്പോൾ പി ക്യൂ ഇസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് സ്ക്വയർ തീറ്റ എന്ന് വരും. കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ പി ക്യൂ ഇസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. നമുക്ക് ഈ കോട്ട് സ്ക്വയറിനെ കോസിൻ്റെ സൈൻ്റെ ടേംസിലാക്കാം. കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് കോസ് സ്ക്വയർ തീറ്റനെ കോമൺ ആക്കി എടുക്കാം. സ്ക്വയർ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ. സോ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ആൻഡ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ. ഇത് ഞാൻ അപ്പുറത്തേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതാം. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു. നൗ അപ്പോൾ ഇതിനെ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? കോട്ട് സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് പി ക്യൂ എടുക്കുക. രണ്ട് സൈഡിലും റൂട്ട് എടുക്കുക. അപ്പോൾ എന്തായി? കോസ് തീറ്റ കോട്ട് തീറ്റ എന്ന് വരും. ഓക്കെ, രണ്ട് സൈഡ് റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് പി ക്യൂ ഇസ് കോസ് തീറ്റ കോട്ട് തീറ്റ. അപ്പോൾ നമുക്ക് അതേന്ന് പ്രൂവ് ചെയ്യേണ്ടത് എന്തായി? അപ്പോൾ എവിടെ കോട്ട് തീറ്റ കോസ് തീറ്റ എന്നുള്ളത് റൂട്ട് പി ക്യൂ നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ. നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹെൻസ് വി പ്രൂവ്ഡ് ദാറ്റ്. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 30th question ആണ്. If alpha and beta are the zeros of a quadratic polynomial px square plus qx plus 1, form a quadratic polynomial whose zeros are 2 by alpha and 2 by beta. Okay, 2 by alpha യും 2 by beta യും zeros ആയിട്ടുള്ള പോളിനോമിയൽസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് zeros of a polynomial തന്നിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് zeros into x
പ്ലസ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. ഇതാണ് സീറോസ് ഓഫ് എ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പോളിനോമിയൽ റിസറക്റ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ 2/α ആൻഡ് 2/β. അപ്പോൾ നമുക്ക് സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാം. സം ഓഫ് സീറോസ് എസ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2/α പ്ലസ് 2/β. അപ്പം എന്ത് വരും? 2/α തന്നെയല്ലേ? 2/α 2/β. യെസ്, 2/α 2/β. 2 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. 1/α പ്ലസ് 1/β. അപ്പോൾ 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ ആണ്. സോ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റ എന്നാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് മൈനസ് ബി ബൈ എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് പ്ലസ് വൺ എന്നുള്ള കേസിൽ ബി എന്ന് പറയുന്നത് ക്യൂ ആ, അപ്പോൾ മൈനസ് ക്യൂ ബൈ എ എന്ന് പറയുന്നത് പി, മൈനസ് ക്യൂ ബൈ പി. ആൽഫ പ്ലസ് ബീറ്റ ഇസ് മൈനസ് ക്യൂ ബൈ പി, മൈനസ് ക്യൂ ബൈ പി. ആൻഡ് ആൽഫ ബീറ്റ ഇസ് ഇക്വൽ ടു സി ബൈ എ. ആൽഫ പ്ലസ് ബീറ്റ ആൽഫ ബീറ്റ ഇസ് ഇക്വൽ ടു സി ബൈ എ. ഇവിടുത്തെ കേസിൽ സി എന്ന് പറയുന്നത് 1 ആണ് ആൻഡ് എ എന്ന് പറയുന്നത് പി ആ, 1/p. നമുക്കറിയില്ലേ ജനറൽ ഫോർമുല ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നാണ്. ഓക്കെ, അപ്പോൾ ആൽഫ ബീറ്റ 1/p ആണെന്ന് വരും. സോ 1/p അങ്ങനെ ആകുമ്പോൾ എന്ത് പറയാം? 2 ഇൻറ്റു മൈനസ് ക്യൂ ബൈ പി ഇൻറ്റു പി ബൈ 1. പി ക്യാൻസൽ ആയി പോയി. സം മൈനസ് 2q എന്ന് കിട്ടി. സോ സം എസ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് 2q എന്ന് കിട്ടി. ഇനി പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 2/α ഇൻറ്റു 2/β. സോ ദാറ്റ് വുഡ് ബി 4/α ബീറ്റ. ആൽഫ ബീറ്റ ഈസ് ഇക്വൽ ടു 1/p ആണ് നമുക്ക് കിട്ടി. സോ 4p ഈസ് ഇക്വൽ ടു പി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് നേരെ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് എസ് ഓഫ് എക്സ്, 5 അല്ല എസ് ആണ്, എസ് ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സ്. ദാറ്റ് വുഡ് ബി എക്സ് സ്ക്വയർ മൈനസ് എസ് ഓഫ് എക്സ് എത്രയെന്ന് കിട്ടി? മൈനസ് 2q, വെറും 2q, മൈനസ് 2q കിട്ടി. മൈനസ് ഓഫ് മൈനസ് 2q പ്ലസ് പി ഓഫ് എക്സ് 4q അല്ലേ? 4q 4p ആയിട്ട് 4p പ്ലസ് 4p. എക്സ് സ്ക്വയർ പ്ലസ് 2q പ്ലസ് 4p എന്ന് കിട്ടി. അല്ല, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഇല്ല. സോറി, ഇവിടെ എക്സ് ഇല്ല. അപ്പുറത്തെ മിസ്റ്റേക്ക് ചെയ്തില്ലല്ലോ? ഇല്ലല്ല. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 2qx പ്ലസ് 4p നമുക്ക് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 31st question, final question of the day. Okay, yeah. Rectangle ABCD circumscribe the circle of radius 10 cm. Prove that ABCD is a square, hence find the perimeter of ABCD. Okay, ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 5ാമത്തെ 4ാമത്തെ വട്ടമാണ്. നമ്മൾ പലവട്ടം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പാരലോഗ്രാം സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ ഈസ് വാട്ട്? സർക്കിൾ ഈസ് റോംബസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇവിടെ പാരലോഗ്രാമിന് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ വിൽ ഷുവർലി ബി എ സ്ക്വയർ. ഞാൻ ഒന്നും കൂടി ചെയ്യാം, നോ പ്രോബ്ലം. ഒരു സർക്കിൾ ഉണ്ട്, ഇതിനെ ഒരു റെക്റ്റാങ്കിൾ സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. റെക്റ്റാങ്കിൾ ഈസ് സർക്കംസ്ക്രൈബിങ് ഇപ്പോൾ ഈ ABCD എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇതൊക്കെ 90 ഡിഗ്രി 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABCD എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ABCD റെക്റ്റാങ്കിൾ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എക്സ്റ്റേണൽ പോയിന്റ് എന്നൊരു ഇതൊക്കെ ടാൻജന്റ് ആട്ടോ. ഈ പോയിന്റ് ഒറ്റ പോയിന്റിലല്ല ടച്ച് ചെയ്യുന്നുള്ളൂ 4 സൈഡിലോ. അപ്പോൾ ഇതൊക്കെ ടാൻജന്റാ. ഈ AD AB AC ഇതൊക്കെ ടാൻജന്റാ. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ 2 ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, സെയിം സർക്കിൾക്ക് 2 ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ 2 ടാൻജന്റ് ഈക്വൽ ആവും. അതുപോലെ ഇത് 2 ഈക്വൽ ആവും, ഇത് 2 ഈക്വൽ ആവും, ഇത് 2 ഈക്വൽ ആവും. അപ്പോൾ ഞാൻ അതിന് നെയിം ചെയ്യാണ്. 1 2 3 4 5 6 7 8 എന്ന് ഞാൻ നെയിം ചെയ്യാൻ. ഓക്കെ, അപ്പം എന്നിട്ട് ഞാൻ അവിടെ എഴുതുമ്പോൾ ഞാൻ ഈ ABCD EF GH എന്നും കൂടി നെയിം ചെയ്യണം. ഓക്കെ, ഞാൻ എഴുതാണ് DE ഈക്വൽസ് DH. അതുപോലെ തന്നെ AE ഈക്വൽസ് AF. സിമിലർലി DH എഴുതി കഴിഞ്ഞു. ഇനി അതേതാണ് HC. DE ഈക്വൽ ടു AH എഴുതി. AE ഈക്വൽസ് AF എഴുതി.
എ ഈസ് ഈക്വൽ ടു എഫ് എഴുതി. ഇനി ബി ജി ഈക്വൽ ടു പി എഫ്. ബി ജി ഈക്വൽസ് പി എഫ് ആൻഡ് എച്ച് സി. എച്ച് സി ഈക്വൽസ് ജി സി. വെയിറ്റ്. ഓക്കെ, നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. ഓൾസോ ജി സി ഈക്വൽസ് എച്ച് സി. ഓക്കെ, ഇത്ര എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഡി ഇ രണ്ട് സൈഡ് ആഡ് ചെയ്യാം. ഡി ഇ പ്ലസ് എ ഇ പ്ലസ് ബി ജി പ്ലസ് ജി സി ഈക്വൽസ് ഡി എച്ച് പ്ലസ് എ എഫ് പ്ലസ് ബി എഫ് പ്ലസ് എച്ച് സി. ഓക്കെ. ഇനി ഇതിൻ്റെ സാധാരണ നെയിം കൊടുക്കുക. ഡി ഇ എന്ന് പറയുന്നത് 2 പ്ലസ് എ ഇ എന്ന് പറയുന്നത് 3 പ്ലസ് ബി ജി എന്ന് പറയുന്നത് 6 പ്ലസ് ജി സി എന്ന് പറയുന്നത് ഇവിടെ 7 ഈക്വൽസ് ഡി എച്ച് എന്ന് പറയുന്നത് എത്ര? ഡി എച്ച് ഈക്വൽ ടു 1 പ്ലസ് എ എഫ് ഈക്വൽ ടു 4 പ്ലസ് ബി എഫ് ഈക്വൽ ടു 5 ആൻഡ് എച്ച് ജി ഈക്വൽ ടു എച്ച് ജിയോ എ ബി സി എച്ച് സി ആട്ടോ അത്. എച്ച് സി ഈക്വൽസ് 8. ഓക്കെ, ഇനി നമുക്ക് എഴുതാം, റീഅറേഞ്ച് ചെയ്താം. 2ൻ്റെ അപ്പോൾ 3. 2 + 3 എന്ന് പറയുന്നത് എന്താ? 2 + 3 എന്ന് പറയുന്നത് എ ഡി ആണ്. ആൻഡ് 6 + 7 എന്ന് പറയുന്നത് എന്താ? 6 + 7 എന്ന് പറയുന്നത് ബി സി ആണ്. ബി സി ഈക്വൽസ് 1 + 4 എന്ന് പറയുന്നത് എന്താ? അല്ല, 1 + 4 അല്ല, 1 + 8 എടുക്കണം. 1ഉം 4ഉം അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ? 1 + 8 എടുക്കണം. 1 + 8 എന്ന് പറയുന്നത് ഈ ഡി സി പ്ലസ് 4 + 5 എന്താ? 4 + 5 ഈസ് എ ബി. ഓക്കെ, നമുക്കറിയാം ഒരു റെക്ടാംഗിളിൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലാ. അപ്പോൾ നമുക്ക് എന്താ പറയാം? എ ബി ഈക്വൽ ടു ബി സി എന്ന് പറയാം. ഡി സി ഈക്വൽ ടു എ ബി എന്ന് പറയാം. ഡി സി ഈക്വൽ ടു എ ഡി ഈക്വൽ ടു ബി സി. എ ഡി ഇതല്ലേ ഓപ്പോസിറ്റ് അല്ലേ? എ ഡി ഈക്വൽ ടു ബി സി, ഡി സി ഈക്വൽ ടു എ ബി എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാനിവിടെ ബി സിനെ എ ഡിനെ കൊണ്ട് ഡിപ്ലേസ് ചെയ്യുമ്പോൾ 2 എ ഡി എന്ന് വരും. അല്ല, ബി സിനെ എ ഡി ആയിട്ട് എടുക്കുമ്പോൾ എ ഡി പ്ലസ് എ ഡി 2 എ ഡി. അതുപോലെ തന്നെ ഡി സിനെ എ ബി കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ 2 എ ബി എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ എ ഡി ഈക്വൽ ടു എ ബി എന്ന് കിട്ടും. അതായത് രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഈ എ ഡിയും എ ബിയും ഈക്വൽ ആണെന്ന് കിട്ടി. അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. മനസ്സിലായത്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഒരു കണ്ടീഷനായി. ഈ സ്ക്വയർ ആവുള്ള അടുത്ത കണ്ടീഷൻ എന്താ? എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. റെക്ടാംഗിൾ ഓൾറെഡി എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആയി. അഡ്ജസ്റ്റൻറ്റ് സൈഡ്സ് ഈക്വൽ ആയി. ഓൾ സൈഡ്സ് ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ഒബിയസ്ലി ദിസ് ഇസ് എ സ്ക്വയർ. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ദിസ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഹെൻസ് വി പ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ അടുത്ത പാർട്ടായിട്ട് കാണാം. ബൈ.